കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു ഹർജിയുടെ വാദം ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുകയാണ്. അതായത് സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ അതിൽ ഒപ്പുവെക്കേണ്ടത് രാഷ്ട്രപതിയും ഗവർണർമാരും ഒക്കെയാണ്. അതിന് ഒരു സമയപരിധി നിശ്ചയിക്കണം, നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. ആ സമയപരിധി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയാണ്. അതിൻ്റെ വാദമാണ് ഇപ്പോൾ തുടരുന്നത്. വാദം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തൻ്റെ വാദം പൂർത്തിയാക്കി. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലേക്ക് നമുക്ക് പോകാം. ആർട്ടിക്കിൾ 200 ഈ സമയപരിധിയെക്കുറിച്ച് പറയുന്നത്. ഈ വാദത്തിനിടയ്ക്ക് ഈ നിയമം, അതായത് സമയപരിധി നിശ്ചയിക്കാനുള്ളൊരു നിയമം ഉണ്ടാക്കേണ്ടത് പാർലമെന്റാണ്, അല്ലാതെ ജുഡീഷ്യറിയുടെ ഉത്തരവിലൂടെ അല്ല എന്ന് തുഷാർ മേത്ത വളരെ ക്ലിയറായി തന്നെ പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം അതിന് ഉദാഹരിച്ച് പറഞ്ഞത്, സുപ്രീം കോടതിയിൽ അനവധി കേസുകൾ കെട്ടിക്കിടപ്പുണ്ട്, അതിലൊരു നടപടി എടുക്കണമെന്ന് രാഷ്ട്രപതിക്ക് ആവശ്യപ്പെടാൻ കഴിയുമോ എന്നൊരു മറു ചോദ്യമാണ് ചോദിച്ചത്. നമുക്കറിയാം, ഈ രാഷ്ട്രപതിയും ഗവർണർമാരും ഒക്കെ ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിലും വിവിധ കോടതികളും അടക്കം വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന അനവധി കേസുണ്ട്. ലാവ്ലിൻ അടക്കമുള്ള കേസുകളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൽ ഇടപെടാൻ രാഷ്ട്രപതിക്ക് കഴിയുമെന്നൊരു മറുചോദ്യമാണ് ചോദിച്ചത്. തുടർന്ന് ഈ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത്, തങ്ങൾക്കിതിൽ വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും ജുഡീഷ്യറിയുടെ പരിഗണനയിലൂടെ തീർക്കാൻ കഴിയില്ല എന്നും കേന്ദ്രം പറഞ്ഞു. ഇതോടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്, സർക്കാരിനെ നിരീക്ഷിക്കാനോ കൈകാര്യം ചെയ്യാനോ തങ്ങളില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ഏതായാലും കൃത്യമായി തന്നെ കേന്ദ്രത്തിന് നിലപാട് പറഞ്ഞു. അതായത് രാഷ്ട്രപതിക്കും ഗവർണർക്കും ഒന്നും സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ജുഡീഷ്യറിക്ക് ഉത്തരവിറക്കാൻ കഴിയില്ല. അതിന് നിയമമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റാണ്, നിയമനിർമ്മാണ സഭകളാണ്, അല്ല ജുഡീഷ്യറി അല്ല എന്ന് കൃത്യമായി പറയുന്നു. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, അതായത് എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും കോടതിയിലൂടെ പരിഹരിക്കാം എന്നുള്ളത് തെറ്റായ ഒരു ചിന്തയാണ് എന്നുകൂടി കേന്ദ്രം പറഞ്ഞു വെക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.